കടത്തനാടൻ പോരാട്ട വീര്യം പ്രകടമാകുന്ന മണ്ഡലം നാദാപുരം. പരമ്പരാഗത ഇടതുകോട്ടയെന്ന് വാഴ്ത്തിപ്പാടുന്ന മണ്ഡലത്തിൽ KM അഭിജിത്തിനെ അങ്കത്തട്ടിലിറക്കി പടവെട്ടുകയാണ് ഇക്കുറി UDF. നാദാപുരത്ത് ഇടതല്ലാതെ മറ്റാര് എന്നാണ് LDF സ്ഥാനാർത്ഥിയായ P വസന്തം ചോദിക്കുന്നത്. സമരപോരാട്ടങ്ങളും പോലീസ് മർദ്ദനവും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനവുമൊക്കെയാണ് ബിഗ് ഫൈറ്റ് നടക്കുന്ന നാദാപുരത്തെ പ്രധാന ചർച്ച. വിദ്യാർത്ഥി സമരങ്ങളിലൂടെ ഉയർന്നുവന്ന KM അഭിജിത്ത് UDF സ്ഥാനാർത്ഥിയായതോടെ ആ സമരങ്ങളെയും പോലീസ് മർദ്ദനങ്ങളെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് UDF. സമൂഹ മാധ്യമ കാലത്തിനു മുൻപേ നിരവധി സമരങ്ങളിലൂടെ കൊണ്ടും കൊടുത്തും കയറി വന്നതാണ് ഓരോ ഇടതു നേതാക്കളുമെന്നും LDF ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇതുവരെ ഇടതോരം മാത്രം നടന്ന് ശീലിച്ച നാദാപുരം ഇക്കുറി മാറി ചിന്തിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലായി 5000-ൽ താഴെ മാത്രമാണ് നാദാപുരത്തെ ഇടതിന്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 23,000-ലധികം വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ ലീഡ് ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേരിയ ലീഡ് ഇടത് തിരിച്ചുപിടിച്ചെങ്കിലും ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കിൽ UDF-നാണ് മേൽക്കൈ. ഈ കണക്കുകളെല്ലാം മനസ്സിൽ വെച്ചാണ് നാദാപുരത്ത് യുവനേതാവ് KM അഭിജിത്തിനെ UDF അങ്കത്തട്ടിലിറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഗവൺമെന്റിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്യുന്നതിന് തെരുവിൽ അതിക്രൂരമായ മർദ്ദനത്തിനിരയാണ്ടി വന്നപ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയോടെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന KM അഭിജിത്ത് എന്ന യുവ പോരാളി നമ്മുടെ നാദാപുരത്ത് മത്സരിക്കുന്നു. പ്രചാരണ പരിപാടികളിലുടനീളം അഭിജിത്ത് പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയ ദൃശ്യങ്ങൾ UDF കാണിക്കുന്നുണ്ട്. പോലീസ് രാജ്, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ എന്നിവ മണ്ഡലത്തിലുടനീളം ചർച്ചയാക്കുകയാണ് ലക്ഷ്യം. ഞാനായി അത് എവിടെയും പ്രചരിപ്പിക്കാറില്ല. പിന്നെ പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത് എവിടെ നിന്നൊക്കെയോ പൊങ്ങി വന്നതാണ്. പിന്നീട് ശ്രീ ഷാഫി പറമ്പിൽ MP അത് വെച്ച് സംസാരിക്കുന്നതും അതിനുശേഷം അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ എൻ്റെ ക്യാമ്പയിൻ്റെ ഇടയിൽ പല വീടുകളിൽ നിന്ന് അമ്മമാരും പറയുന്നുണ്ട്, മോനെ എത്ര അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പോലും അറിയാത്ത കോണുകളിൽ നിന്ന് അതൊക്കെ പ്രചരണത്തിൻ്റെ ഒരു വിഷയമാക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നാദാപുരത്തിന്റെ രാഷ്ട്രീയ മനസ്സിനെ സ്വാധീനിക്കില്ല എന്നാണ് ഇടതിന്റെ പ്രതികരണം. സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന നേതാക്കളാണ് ഇടതുമുന്നണിയിൽ എല്ലാവരുമെന്ന് P വസന്തം തിരിച്ചടിക്കുന്നു. അന്ന് പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ജനങ്ങളാണ് അതിന് സപ്പോർട്ട് നൽകുന്നത്, അല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളല്ല. ആ വ്യത്യാസം അന്നും ഇന്നും ഉണ്ട്. കാരണം ഞാൻ എത്രയോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യുവജന രാഷ്ട്രീയത്തിലൂടെ രംഗത്ത് വന്ന ആളാണ്. ഈ നാദാപുരത്ത് ആരെന്ത് എന്നുള്ളത് നാദാപുരംകാർക്കറിയാം. P വസന്തത്തിന് മണ്ഡലത്തിലുടനീളം പ്രവർത്തന പരിചയവും വ്യക്തിബന്ധങ്ങളും സ്വീകാര്യതയുമുണ്ട്. ഇതിനെ ഷാഫി പറമ്പിൽ ഇഫക്റ്റ് കൊണ്ട് മറികടക്കാമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. നാദാപുരത്ത് ഇക്കുറി നിർണായകമാവുക പ്രവാസി വോട്ടുകൾ കൂടിയാണ്. 12,000-ലധികം നാദാപുരത്തുകാർ വിദേശങ്ങളിലുണ്ട്. ഗൾഫിലെ യുദ്ധ സാഹചര്യം ഇരുമുന്നണി സ്ഥാനാർത്ഥികളുടെയും ചങ്കിടിപ്പ് ഒരേപോലെ കൂട്ടുന്നുണ്ട്. നാദാപുരത്തിന്റെ ചുവപ്പൻ കോട്ട എന്ന വിളിപ്പേര് നിലനിർത്താൻ വസന്തത്തിനാകുമോ? 2025-ൽ ഷാഫി പറമ്പിലിനെ അകമഴിഞ്ഞ് പിന്തുണച്ച നാദാപുരം 1 വർഷത്തിനിപ്പുറം അത് തുടരുമോ എന്നീ ചോദ്യങ്ങളാണ് പ്രചാരണം കൊട്ടിക്കലാശിക്കാൻ പോകുമ്പോൾ ഉയരുന്നത്. അരുൺ കിഷോറിനൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.